കേശവളെ ഇവളുടെ വായൊന്ന് തുറപ്പിക്കണം. ഞാൻ എന്താ ഒരു വഴി? സാറേ, ചട്ടകം പഴുപ്പിച്ച് ചെങ്ങായവും കുരുമുളകും കാന്താരിമുളകും കൂടി അരച്ചതിൽ പെരട്ടി. ഒരേ പെരട്ടും പെരട്ടണ്ട, നേരെ ഒന്ന് കിട്ടിക്കോട്ടെ. എവിടെ അമ്മയെ കൊണ്ട് ഞാൻ സംസാരിപ്പിച്ചത്? വിശാലം, നമ്മളെ ഉറക്കിയതുപോലെ ആദ്യം ഇവിടെ ഒന്ന് ഉറക്കിയെടുക്കണം. എന്നിട്ട് എന്ത് വിളിച്ച് സാറ് കണ്ടോ ഒരു കളി? എന്തായാലും വിശാലത്തിന്റെ സാരി ഇവൾക്ക് യോജിക്കുന്നു. സാറേ, നമുക്ക് ഇവിടെ പോലീസിൽ ചേർത്താൽ ചോറായിരിക്കും. ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ ആളുകളെയും ഉറക്കി കിടത്തിയിട്ട് ഇവിടെ നൈറ്റ് ഡ്യൂട്ടിക്ക് പോകും. അവിടെ നോട്ടം കണ്ടില്ലേ? നിന്റെ അമ്മാവൻ എന്തിനാ ഞാൻ വരാൻ ഫോൺ ചെയ്തത്? ദാ അകത്ത് കിടക്കുന്നു കൂട്ടുകാരി. അയ്യോ, ഇതെന്ത് പറ്റി? ഇതുവരെയൊന്നും പറ്റിയില്ല, പക്ഷെ ഇന്ന് രാത്രി ഞങ്ങൾ പറ്റിക്കും. മോളെ, ഇവിടെ ആസ്പത്രിയിൽ വന്നിട്ട് എത്ര കാലമായി? ഈ ഇടയ്ക്കാണ് അമ്മാവ ട്രാൻസ്ഫർ ആയി വന്നത്. ഇവിടെ അന്വേഷിച്ച് ആരെങ്കിലും ആശുപത്രിയിൽ വരാറുണ്ടായിരുന്നു? പതിവായി ഒരാൾ കാണാൻ വരാറുണ്ടായിരുന്നു. ആരാണോ? ആളറിഞ്ഞൂടാ, കണ്ടാൽ തിരിച്ചറിയാം. ആളെങ്ങനെ ഇരിക്കും? നല്ല പൊക്കമുള്ള ഒരാൾ, ചുരുണ്ട മുടി, മീശയുണ്ടോ? ചെറിയ മീശയുണ്ടെന്നാണ് ഓർമ്മ. എപ്പോഴാണ് സാധാരണ വരിക? ഡ്യൂട്ടി കഴിഞ്ഞ് പോകാറാവുമ്പോഴാണ് സാധാരണ വരിക. പറ്റുപടിക്കാരനായിരിക്കും സാറേ. കാര്യം എന്താണ് സാർ? ഞങ്ങൾ അന്വേഷിക്കുന്ന ഒരു ഗാങ്ങിന്റെ പ്രധാന കണ്ണിയാണ്. ഗുരുത്വത്തിന് അവൾ ഞങ്ങളുടെ കയ്യിൽ തന്നെ വന്ന് വീണു. ബാക്കി ഇവളുടെ ആശാക്കന്മാരെ ഒവ്വണ്ണ ഞാൻ പെറുക്കി എടുത്തോളാം. ഞാൻ പൊയ്ക്കൊള്ളട്ടെ അമ്മാവ, എനിക്ക് ഡ്യൂട്ടിക്ക് സമയമായി. നീ ഏതായാലും നടന്നു പോണ്ട. എന്റെ മരുമകളെ ഒന്ന് ആസ്പത്രി ആക്കണം, അത്രയല്ലേ ഉള്ളൂ. ജീപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്, ജീപ്പിനകത്ത് ആക്കി തരാം. വിശാലം, എന്തൊരു ചേർച്ച! ആ കുണിങ്ങി കുണിങ്ങിയുള്ള പോക്ക്. അയ്യോ, പച്ചലയും കത്രിയും പോലിരിക്കുന്നു. അല്പം പ്രായ കൂടുതലായെങ്കിലും നമ്മൾ തൊട്ടും മോശമൊന്നും അല്ല. ചേട്ടാ, ഇത് പോലീസ് സ്റ്റേഷനാ. എപ്പോഴാ ഡ്യൂട്ടി? ഇനിയും 1 മണിക്കൂർ കൂടി ഉണ്ട്. എന്നാ നേരത്തെ പറയാമായിരുന്നില്ലേ? സമയമുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ഇത്ര വെപ്രാടപ്പെടാതെ നമുക്ക് സാവധാനത്തിലാകാമായിരുന്നല്ലോ. എന്തോന്ന്? അല്ലല്ല, ഓവർ സ്പീഡൊന്നും കൂടാതെ ആണൊക്കെ അടിച്ച് നമുക്ക് പതുക്കെ വണ്ടിയിൽ വരാമായിരുന്നല്ലോ എന്ന്. അത് ശരി, ഞാൻ വിചാരിച്ചു ഓവർ സ്പീഡുകാരനാണെന്ന്. അയ്യോ, ഞാൻ സ്ലോ ആണെന്നുള്ള കാര്യം ലോകപ്രസിദ്ധമല്ലോ. ആട്ടെ, ഇവിടെ വരുന്നവരെ എന്താ ഒന്നും മിണ്ടാതിരുന്നു? അത് ഡ്യൂട്ടി. അനന്തരവളെ ആശുപത്രി കൊണ്ടുവന്ന് ആക്കണമെന്ന് കേശവള പറഞ്ഞു. ഇവിടെ കൊണ്ടുവന്നു ആക്കി. അതിനിടെ പിന്നെ കിന്നാരം പറയണം. കിന്നാരം പറയുന്ന ഇഷ്ടമാണോ? ഇതുവരെ ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പോ ഒരാളോട് ഇച്ചിരി. നിങ്ങളൊക്കെ വലിയ ആളുകൾ, ഞാൻ വെറും. വരട്ടെ, അത് പ്രേമത്തിന്റെ 3ാം ഘട്ടത്തിൽ പറയാനുള്ള വാചകം. കണ്ടുമുട്ടി, മിണ്ടി, അടുത്തതോടെ. ആൾ വലിയ സരസനാണല്ലോ. സമ്മതിച്ചോ? സമ്മതിച്ചു. അപ്പൊ ഇനി അടുത്ത തവണ കാണാം. ബൈ 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 ബൈ. വെരി സോറി മാഡം, നല്ല വാർത്തയുമായിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. ഭാഗ്യദോഷിയായ എനിക്ക് നല്ലതൊന്നും സംഭവിക്കാറില്ല. ഈ ഹോട്ടൽ അദ്ദേഹം വിലക്ക് വാങ്ങി. ആര്? മിസ്റ്റർ ശേഖർ. ഇവിടുത്തെ നർത്തകിയായി മാലിനി എന്നൊരു സുന്ദരിയെ നിയമിക്കുകയും ചെയ്തു. ഓഹോ, അപ്പോൾ ഞാനിനി എന്ത് ചെയ്യണം? ഇതുവരെയുള്ള ശമ്പളം കണക്കെടുത്ത് വാങ്ങി മുറി വിടാനാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശം. ഐ ആം ഹെൽപ്ലെസ്. ഞാൻ നൃത്തം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണെന്ന് മാനേജർക്ക് അറിഞ്ഞുകൂടെ? എന്റെ സൗന്ദര്യം പ്രകടിപ്പിക്കാനല്ല, പേരിനും പ്രശസ്തിക്കും വേണ്ടിയല്ല. എനിക്കെന്റെ മകളെ വളർത്തണം, അവളെ പഠിപ്പിക്കണം. ഏതെങ്കിലും വിധത്തിൽ മാനേജർക്ക് എന്നെ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ അതൊരു പുണ്യമായിരിക്കും. എമിലി, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും? മാലിനി എമിലിയേക്കാൾ മികച്ച നർത്തകിയാണെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ലേ? ഞങ്ങളുടെ രണ്ടുപേരുടെയും നൃത്തം കണ്ട് ജനങ്ങൾ വേണം അഭിപ്രായം പറയാൻ. മാനേജർ, ഞാൻ പൊയ്ക്കൊള്ളാം, പക്ഷേ അതിനു മുൻപ്
എന്നോട് മത്സരിച്ച് മാലിനി നൃത്തം ചെയ്യണം. ഞാൻ തോറ്റാൽ ആ ക്ഷണം ഞാൻ പൊയ്ക്കൊള്ളാം. എന്താ? ഇവര് പറയുന്നത് തികച്ചും ന്യായമാണ്, ഒരു കലാകാരിയുടെ അവകാശവുമാണ്. പക്ഷേ അദ്ദേഹത്തോട് ചോദിക്കാതെ ഞാൻ എങ്ങനെ സമാധാനം പറയും? ചോദിച്ചിട്ട് മതി. ശരി. ആഹാരമെല്ലാം ശരിക്കും കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. പക്ഷെ എന്ത് ചോദിച്ചാലും മറുപടി പറയുന്നില്ല ഡോക്ടർ. ബുദ്ധിമാനം സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ സാവധാനത്തിലെ നോർമലാകും. ചതിയിലിപ്പോ എങ്ങനെ ഇരിക്കുന്നു? ഈസ് ഇംപ്രൂവിംഗ്. ഗുഡ്. മൽമി, ഒരു കാര്യം പറയട്ടെ. ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താൽ ഭേദമാകുമോ ഡോക്ടർ? നമുക്ക് ശ്രമിച്ചു നോക്കാം. ഇവര് തന്നെയാണ് അന്ന് ചേട്ടനെ കാണാൻ ആശുപത്രി വന്നത്. എങ്കിൽ ഈ നർത്തകിയും ചന്ദ്രനുമായി തീർച്ചയായും എന്തെങ്കിലും ബന്ധമുണ്ടായിരിക്കും. ആട്ടെ, എമിലിയും ചന്ദ്രനുമായി ഒന്ന് കണ്ടുമുട്ടിയാലോ? അത് അത്ര എളുപ്പമാണോ? ഈസി. ഇപ്പൊ നടക്കാൻ പോകുന്ന നൃത്ത മത്സരത്തിന് നമുക്ക് ചന്ദ്രനെ കൂടി കൊണ്ടുപോകാം. ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? തീർച്ചയായും ഉണ്ട്. എമിലിയെ കാണുമ്പോൾ ചന്ദ്രനിൽ ഉണ്ടാകാവുന്ന ഭാവവ്യത്യാസങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാം. ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് കുറെയെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ കേസിന്റെ കണ്ടുപിടുത്തത്തിന് അത് സഹായമായിരിക്കും. എന്ത് പറയുന്നു? ഐ ആം റെഡി. ഗുഡ്. കം ഓൺ. രാധ പോലീസ് കസ്റ്റഡിയിൽ കഴിയുന്നത് നമുക്ക് അപകടം. അവളുടെ കയ്യിൽ നിന്നും രഹസ്യങ്ങൾ ചോർന്നു പോയാൽ നമ്മുടെ പദ്ധതികൾ തകർന്നു പോകും. രാധ ഒരിക്കലും നമ്മളെ ചതിക്കില്ല സാർ. മേ ബി. പക്ഷെ അവളും ഒരു സ്ത്രീയല്ലേ, എത്ര നാൾ പിടിച്ചിരിക്കാൻ കഴിയും? കാത്തി, യെസ് സാർ. ഒരു കാര്യം ചെയ്യൂ. യെസ് സാർ. ഓക്കേ? Okay, sir. All right, best of luck. ദാമു, സാർ, ഹോട്ടലിന്റെ മുകളിലത്തെ ബാൽക്കണി ഞാൻ ഇന്ന് ഒഴിച്ചിട്ടിരിക്കുകയാണ്. പുറകിലത്തെ വാതിലൂടെ നീ അകത്തു വരണം. എല്ലാവരും നൃത്തത്തിൽ ലയിച്ചിരിക്കും. ആ സമയം നീ എമിലിയുടെ കാലിൽ നിറയൊഴിക്കണം. എന്റെ ഉന്നം എനിക്കൊരിക്കലും പിഴക്കില്ല സാർ. അതെനിക്കറിയാം ദാമു. അവളിനി ഒരിക്കലും നൃത്തം ചെയ്യാൻ പാടില്ല. കാലം നഷ്ടപ്പെട്ട അവൾ നമ്മുടെ കൺമുമ്പിൽ കിടന്ന് നരകിക്കണം. അപ്പോൾ അവൾ എന്റെ രത്നങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം തുറന്നു പറയും. സാർ, മിസ്സസ്. നീ പോയിക്കോളൂ. ഹായ് ഡാർലിംഗ്, ഞാൻ റെഡി. മാലിനി, നീ ഇന്ന് വീനസിനെ പരിസുന്ദരിയായി. ഇന്ന് നിന്റെ ദിവസമാണ്. എത്ര നാളായി ഈ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. പക്ഷേ ഇന്ന് എന്റെ കാലുകൾക്ക് വേഗത കിട്ടുമോ എന്നാണ് എന്റെ ഭയം. മഠയി, നീ ഭയപ്പെടണ്ട. ഇന്ന് നിന്റെ നൃത്തം കണ്ട് ആളുകൾ അത്ഭുത സ്തബ്ധരായി നോക്കി. ലോകത്തിലെ ഒരു നർത്തകിക്കും നിന്നെ ജയിക്കാൻ സാധിക്കില്ല എന്ന് ഇന്നത്തെ നൃത്തം തെളിയിക്കും. എന്ത് വേണം സ്വാമി? நிஜமா இருக்காடா? ഇവർക്ക് എന്ത് വേണം? பாருங்க, இது வர்ற வழியில எனக்கு கிடைச்சது, கீழே கிடந்து கிடைச்சது. ചെല്ലത്തിനകത്ത് എന്തോ സ്വാമി? பாருங்க. നമസ്കാരം സാർ. എന്ത് വേണം? ഇത് കൊഞ്ചം പാരുங்க, അവസര പെറ്റീഷൻ. പെറ്റീഷൻ രാത്രി സമയത്തോ? ഇതാണ് സാർ പ്രതിഫലന തന്ത്രം എന്ന് പറയും. ഇതൊരു തരം പുതിയ അടവാണ്. ശക്തിയായ വെളിച്ചം എതിരാളിയുടെ മുഖത്തടിച്ചാൽ പിന്നെ അവരെ കണ്ണു കാണാൻ പറ്റുകയില്ല. അവന്റെ ഏയും തെറ്റും ഉന്നം. തോക്കിന് മുമ്പ് വേല വേണ്ട. ഉന്നമില്ലാതെ വെടിവെക്കുകയാണെങ്കിലും കഷ്ടകാലത്ത് ചിലപ്പോൾ കൊണ്ടുവന്ന് വരും. അത് ശരിയാണല്ലോ. അത് വലിയ കുഴപ്പമാണല്ലോ. ഇനി വെടിവെക്കുന്നിടത്ത് ഈ അടവ് ഞാൻ പറ്റിയില്ല. സാറേ, ഈ വലിയ വെടിക്കാരനാരാണ്? നോ ഡിസ്കഷൻ ഹിയർ. ഈ മൗത്തോർഗൻ മിസ്റ്റർ ചന്ദ്രനേതാണെന്ന് തോന്നുന്നു. അതെ, താങ്ക്സ്. ഇത് വെച്ചാണ് എറിഞ്ഞത്. മിസ് നളിനി, യു ഡോണ്ട് തിങ്ക്. ചന്ദ്രനെയും കുട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോയിക്കൊള്ളൂ. Okay. കേശോളെ, താൻ കൂടെ പോകും. യെസ് സാർ.
എക്സ്ക്യൂസ് മീ സർ, എനിക്ക് വളരെ ഭയമായിരിക്കുന്നു. വൈ? ഇവിടെ നടന്നത് എന്നെ കൊല്ലാനുള്ള ഒരു ശ്രമമാണ്. ഞാൻ സിംഗപ്പൂരിൽ നിന്ന് ഇവിടെ വന്ന് ഈ ഹോട്ടൽ വിലയ്ക്ക് വാങ്ങിച്ചത് പലർക്കും ഇഷ്ടമായിട്ടില്ല. അത് മാത്രമല്ല, എനിക്ക് പല ഭീഷണി കത്തുകളും ഈ അടുത്ത കാലത്ത് കിട്ടിയിട്ടുണ്ട്. ആ കത്തുകളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലൊന്നും വലിയ കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സത്യത്തിൽ ഒന്നും സൂക്ഷിച്ചിട്ടില്ല. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. മീറ്റ് മൈ ഫ്രണ്ട് മിസ്റ്റർ മുട്ടാൻഡ കബാക്കോ. ഇദ്ദേഹം കാരനാണ്. ഞങ്ങൾ സിംഗപ്പൂരിൽ വെച്ച് പരിചയക്കാരാണ്. അപ്പൊ നിങ്ങൾ സ്നേഹിതന്മാരല്ലേ, പലതും സംസാരിക്കാൻ കാണും. ഷുവർ. ഞങ്ങൾ ഇറങ്ങട്ടെ. താങ്ക് യു വെരി മച്ച് സർ, വെരി കൈൻഡ് ഓഫ് യു. മിസ്റ്റർ ശേഖർ, ഷാബാഷ് ഷാബാഷ് ഡയമണ്ട് ഷാബാഷ് ബ്ലാക്ക് ഡയമണ്ട്. രത്നത്തിന്റെ പണം കിട്ടാത്ത കൊണ്ട് അങ്ങനെ വളരെ ക്ഷോഭിച്ചിരിക്കുകയാണ്. ഞാൻ താമസിയാതെ എല്ലാം ശരിയാക്കുന്നുള്ളൂ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണേ. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് പോകാമെന്നൊന്ന് പറഞ്ഞാൽ എന്റെ പൊന്ന് വിശാല, നീ എന്നെ ചതിച്ചോ? ഇൻസ്പെക്ടർ, ഇൻസ്പെക്ടർ, സാം ലെറ്റർ ബോംബാണെന്ന് തോന്നുന്നു. ഇൻസ്പെക്ടർ, ഇൻസ്പെക്ടർ, സാർ, രാധ മരിച്ചു കിടന്നു. സതീഷ്, ഞങ്ങളെ കണ്ടുപിടിക്കാനുള്ള പ്രധാന കണ്ണി ഇതോടെ അറ്റുപോയിരിക്കുന്നു. ഈ ശ്രമം തുടർന്നാൽ നിങ്ങൾക്കും നിങ്ങളുടെ കീഴ് ഉദ്യോഗസ്ഥന്മാർക്കും ഇത് തന്നെയായിരിക്കും അനുഭവം. നിങ്ങളുടെ സ്വന്തം അസ്പഷ്ടാനന്ദ സ്വാമികൾ. കഴിഞ്ഞ 10 വർഷമായിട്ട് നാം ബിസിനസ് ചെയ്യുന്നു. ഇതിനേക്കാൾ വൻ തുകകൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടില്ലേ? എന്തെങ്കിലും വിശ്വാസം ഇതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? എന്ത് പറയുക, അദ്ദേഹം സമ്മതിക്കുന്നില്ല. ശരി, തൽക്കാലം എന്റെ കയ്യിലുള്ള കുറച്ച് പണം ഞാൻ എടുത്തുകൊണ്ടുവരാം. ബാക്കി പണം എപ്പോ കൊടുക്കുന്ന അദ്ദേഹം ചോദിക്കുന്നു. നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് ബാക്കി പണത്തിന് എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് ഞാൻ ചെയ്യാം പറയും. Have a good time, sir. Maybe entertain him, okay? क्या पूछ रहे? Congratulations, Emily. പേടിക്കണ്ട, ഇനി എമിലിയെ ഒരിക്കലും ഞാൻ ഉപദ്രവിക്കില്ല. ഈ ഹോട്ടലിൽ തന്നെ സുഖമായി സന്തോഷമായി ജീവിക്കാം. പിന്നെ ഇവിടുത്തെ താമസത്തിൽ എന്തെങ്കിലും അസൗകര്യമുണ്ട് എന്ന് തോന്നുന്ന പക്ഷം ഒരു നല്ല വീട് വാടകയ്ക്കെടുത്ത് എമിലിയും കുട്ടിയും അവിടെ താമസിച്ചോളൂ. നിങ്ങളുടെ രണ്ടുപേരുടെയും സകല ചെലവുകളും ഞാൻ ഏറ്റിരിക്കുന്നു. വേണ്ട സാർ, എനിക്ക് അർഹതയില്ലാത്ത വരുമാനമാണിത്. എന്റെ പണം കൊണ്ട് മാത്രമേ എന്റെ കുഞ്ഞ് പഠിക്കാവൂ എന്നുള്ള നിർബന്ധം എനിക്കുണ്ട്. ഒരു കോടീശ്വരിയാകാൻ പോലും ഇപ്പോൾ എമിലിക്ക് സാധിക്കും എന്നെനിക്കറിയാം. പക്ഷേ എമിലി, ഇപ്പോൾ ഈ മുറിയിൽ നമ്മൾ രണ്ടുപേരും തനിച്ചാണ്. ഞാൻ ഒരു രഹസ്യം പറയട്ടെ. എമിലി ഒരു സ്ത്രീയാണ്. തൽക്കാലം ഭർത്താവ് കൂടെയില്ല. ഒറ്റയ്ക്ക് അത് വിൽക്കാൻ സാധ്യമല്ല. വിൽക്കാനോ? എന്ത് വിൽക്കാൻ? ഒരു കാര്യം ചെയ്യാം, നമുക്കിനി ഒരു ധാരണയിലെത്താം. 50-50, പാതി എമിലിക്ക് പാതി എനിക്ക്. ബിലീവ് മീ പ്ലീസ്. ഇനിയെങ്കിലും പറയും, ആ രത്നങ്ങൾ എവിടെ? അങ്ങ് പറയുന്ന രത്നങ്ങളെ കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ദൈവമേ, എന്തൊരൊടുങ്ങാത്ത വേദനയാണിത്. സാബു പോകുന്നതിന് മുൻപ് നിന്നെ ഒന്നും ഏൽപ്പിച്ചില്ല അല്ലേ? എന്നെ ഏൽപ്പിച്ചത് എന്റെ കുഞ്ഞിന് മാത്രമാണ്. അങ്ങ് ദൈവത്തെ ഓർത്ത് എന്നെ വിശ്വസിക്കൂ. യാതൊരു താങ്ങും തണലും ജീവിതത്തിൽ ഇല്ലാത്തവളാണ് ഞാൻ. നീ എന്റെ പിടിയിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഹോട്ടൽ വിലക്കെടുത്തത്. ഇവിടെ നിന്നും വെളിയിൽ പോകാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല.
നീ ജീവിച്ചിരിക്കുന്നത് എനിക്കൊട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. ഒരു നിമിഷം പോലും നീ ജീവിച്ചിരിക്കുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷെ നിന്നെ കൊന്നാൽ എന്റെ രത്നങ്ങൾ നഷ്ടപ്പെടും. സാർ, എനിക്കും ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമില്ല. പക്ഷേ എന്റെ മോൾ ശാന്തിച്ചു പോൽ. നിനക്കിനി 6 മണിക്കൂർ സമയം കൂടി ഞാൻ തരുന്നു, പുലരുന്നത് വരെ. അതിനുള്ളിൽ നീ സത്യം പറഞ്ഞില്ലെങ്കിൽ അവ നിന്റെ അവസാനത്തെ മണിക്കൂറുകളായി. നിന്റെ ഭർത്താവിന്റെ അനുഭവം തന്നെ നിനക്കും. എന്റെ ഭർത്താവിന് എന്ത് സംഭവിച്ചു? പറയൂ, എന്ത് സംഭവിച്ചു? നിന്റെ ഭർത്താവ് എന്നെ വഞ്ചിച്ച നിന്റെ ഭർത്താവ് അവൻ ഇനി ഒരിക്കലും മടങ്ങി വരികയില്ല.